പ്രവാസ ജീവിതത്തിന്റെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നാട്ടിലേക്ക് മടങ്ങുമ്പോഴോ ഗൾഫ് നാടുകളിലേക്ക് വിമാനം കയറുമ്പോഴോ ഓരോ യാത്രക്കാരന്റെയും പെട്ടിനിറയെ വസ്ത്രങ്ങളും സാമഗ്രികളും മാത്രമല്ല, സ്നേഹത്തിന്റെ വൻ ശേഖരം കൂടിയാണ് ഉണ്ടാവാറ്. ഗ്രാമങ്ങളിലെ അടുക്കളകളിൽ നിന്ന് അമ്മമാർ കൊടുത്തയക്കുന്ന തനത് മസാലക്കൂട്ടുകൾ, കൂട്ടുകാർക്കായി വാങ്ങുന്ന ചില സാധനങ്ങൾ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്കായി കരുതുന്ന കളിപ്പാട്ടങ്ങൾ എന്നിവയെല്ലാം അതിലുണ്ടാകും. എന്നാൽ എയർപോർട്ടിലെ സുരക്ഷാ പരിശോധനയിൽ പ്രിയപ്പെട്ട ആരോ തന്നുവിട്ട ഒരു ചെറിയ സാധനം കാരണം യാത്ര മുടങ്ങുകയോ കസ്റ്റംസ് അധികൃതരുടെ ചോദ്യം ചെയ്യലുകൾ നേരിടേണ്ടി വരികയോ അല്ലെങ്കിൽ വിമാനത്താവളത്തിലെ വേസ്റ്റ് ബിന്നിലേക്ക് അത് ഉപേക്ഷിക്കേണ്ടി വരികയോ ചെയ്യുന്ന നിമിഷമുണ്ടാകുന്ന നൊമ്പരം ചെറുതൊന്നുമാകില്ല. ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സന്തോഷങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്ത യാത്രകളും തകിടം മറിയാതിരിക്കാൻ വിമാന കമ്പനികളും UAE എയർപോർട്ടുകളും നടപ്പിലാക്കുന്ന പുതിയ ബാഗേജ് നിയന്ത്രണങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിമാനയാത്രകൾ കൂടുതൽ ജനകീയവും സാർവത്രികവുമാകുമ്പോൾ തന്നെയാണ് സുരക്ഷാ മുൻകരുതലുകളും കൂടുതൽ കർശനമാക്കപ്പെടുന്നത്. പെട്ടെന്നൊരു കാഴ്ചയിൽ നിരുപദ്രവകരം എന്ന് തോന്നുന്ന പല വസ്തുക്കളും ആയിരക്കണക്കിന് അടി ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾക്കുള്ളിൽ വൻ അപകട ഭീഷണികളായി മാറാറുണ്ട്. പ്രത്യേകിച്ചും അവധിക്കാലത്തെ തിരക്കേറിയ സമയങ്ങളിൽ ഇത്തരം വസ്തുക്കൾ ബാഗുകളിൽ കണ്ടെത്തുമ്പോൾ പരിശോധനകൾ നീണ്ടുപോകാനും യാത്രക്കാരുടെ സമയം നഷ്ടപ്പെടാനും കാരണമാകുന്നു. വ്യോമയാന ചരിത്രത്തിലെ വിവിധ അപകട അനുഭവങ്ങളുടെയും സാങ്കേതിക പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര ഏവിയേഷൻ അധികൃതരും എമിറേറ്റ്സ്, ഇത്തിഹാദ് തുടങ്ങിയ മുൻനിര വിമാന കമ്പനികളും തങ്ങളുടെ ബാഗേജ് നയങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വിമാനയാത്രക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒന്നാണ് ഡിജിറ്റൽ ഉപകരണങ്ങളിലെ ബാറ്ററികളും പവർ ബാങ്ക് നിയന്ത്രണങ്ങളും. സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതോടെ പവർ ബാങ്കുകൾ ഒഴിച്ചുകൂടാനാവാത്ത യാത്രാ സഖിയായി മാറി. എന്നാൽ ലിഥിയം അയൺ ബാറ്ററികൾ അടങ്ങിയ പവർ ബാങ്കുകൾ വിമാനത്തിനുള്ളിൽ വരുത്താവുന്ന സുരക്ഷാ അപകടങ്ങൾ വളരെ വലുതാണ്. എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ് തുടങ്ങിയ UAE വിമാന കമ്പനികൾ ഇപ്പോൾ പവർ ബാങ്കുകളുടെ ഉപയോഗത്തിൽ അതികർശനമായ നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മണിക്കൂറിൽ 100 വാട്ട് വരെ, അതായത് ഏകദേശം 27,000 മില്ലി ആംപിയർ വരെ ശേഷിയുള്ള ഒരൊറ്റ പവർ ബാങ്ക് മാത്രമേ ഒരു യാത്രക്കാരന് കൈവശം വയ്ക്കാൻ അനുമതിയുള്ളൂ. ഇത് ചെക്ക് ഇൻ ലഗേജിൽ ഇടാൻ പൂർണ്ണമായും വിലക്കുണ്ട്. കൂടാതെ വിമാനത്തിനുള്ളിൽ വെച്ച് പവർ ബാങ്ക് ഉപയോഗിച്ച് ഫോണുകൾ ചാർജ് ചെയ്യാനോ പവർ ബാങ്ക് ചാർജ് ചെയ്യാനോ പാടുള്ളതല്ല. അമിതമായി ചൂടായി തീപിടുത്തത്തിന് കാരണമാകുന്ന തെർമൽ റൺവേ എന്ന പ്രതിഭാസം ഒഴിവാക്കാനാണ് ഈ മുൻകരുതൽ. അടിയന്തര സാഹചര്യത്തിൽ എളുപ്പം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിനായി ഇവ സീറ്റിനടിയിലോ മുന്നിലെ പോക്കറ്റിലോ വേണം സൂക്ഷിക്കേണ്ടത്. നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളും സുഗന്ധവ്യഞ്ജനങ്ങളും നിയമപരമായി വലിയ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരാം എന്ന കാര്യം പലർക്കും അറിയില്ല. മലയാളികളുടെ അടുക്കളകളിൽ പായസത്തിനും മധുരപലഹാരത്തിനും ഉപയോഗിക്കുന്ന കസ്കസ് അഥവാ പോപ്പി സീഡ്സ് UAEയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും കടുത്ത നിരോധനമുള്ള വസ്തുവാണ്. കറുപ്പ് ചെടിയുടെ കായകളിൽ നിന്ന് ലഭിക്കുന്ന ഈ വിത്തുക്കൾ ലഹരി വസ്തുക്കളുടെ ഗണത്തിലാണ് നിയമപരമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറിയാതെയാണെങ്കിൽ പോലും കസ്കസ് കൈവശം വെക്കുന്നത് വലിയ പിഴയ്ക്കും കസ്റ്റംസ് നിയമ നടപടികൾക്കും ജയിൽവാസത്തിനും വരെ വഴിവെച്ചേക്കാം. മലയാളികളുടെ പ്രിയങ്കരമായ പഴുത്ത ചക്ക, ഒപ്പം ദുരിയാൻ, പെടലായി, മറാങ് തുടങ്ങിയ പഴങ്ങൾ വിമാനത്തിനുള്ളിലെ അടച്ചിട്ട അന്തരീക്ഷത്തിൽ മറ്റ് യാത്രക്കാർക്ക് അസ്വസ്ഥതയുണ്ടാക്കും എന്നതിനാലാണ് ഈ നിരോധനം. ഹലാലല്ലാത്ത മാംസങ്ങൾ, പന്നിയിറച്ചിയുടെ ഉൽപ്പന്നങ്ങൾ, ഡോക്ടറുടെ മുൻകൂർ അനുമതിയില്ലാത്ത കടുത്ത മരുന്നുകൾ, CBD എണ്ണകൾ എന്നിവയും വിമാനത്താവളങ്ങളിൽ കർശനമായി പരിശോധിക്കപ്പെടുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന വസ്തുക്കളാണ്. സാധാരണക്കാരായ യാത്രക്കാരെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഹാൻഡ് ലഗേജിൽ നിരോധിച്ചിട്ടുള്ള ചില അസാധാരണ വസ്തുക്കളാണ്. വീടുകളിൽ അളവെടുക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ മെഷറിംഗ് ടേപ്പ് ഹാൻഡ് ബാഗേജിൽ കൊണ്ടുപോകാൻ ദുബായ് വിമാനത്താവളത്തിൽ അനുമതിയില്ല. നീളമുള്ള ലോഹ ടേപ്പുകൾ അക്രമങ്ങൾക്കോ അപായപ്പെടുത്തലുകൾക്കോ ആയുധമായി ഉപയോഗിക്കാം എന്ന സുരക്ഷാ മുൻകരുതലാണ് ഇതിന് കാരണം. അതുപോലെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളായ കളിത്തോക്കുകൾ, അമ്പും വില്ലും, ചാട്ടുളികൾ, ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന അമ്പുകൾ എന്നിവയും ക്യാബിൻ ലഗേജിൽ അനുവദിക്കില്ല. ഒറ്റനോട്ടത്തിൽ യഥാർത്ഥ ആയുധമല്ലെന്ന് തോന്നുമെങ്കിലും ഇവ വിമാനത്തിനുള്ളിൽ അനാവശ്യ ഭീതി പടർത്താൻ ഇടയാക്കും. ക്രിക്കറ്റ് ബാറ്റ്, ഫിഷിംഗ് റോഡുകൾ, സ്കേറ്റ് ബോർഡുകൾ തുടങ്ങിയ കായിക ഉപകരണങ്ങൾ പെട്ടെന്നുള്ള കയ്യേറ്റത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നവ ആയതിനാൽ അവയും ഹാൻഡ് ലഗേജിൽ നിന്ന് ഒഴിവാക്കി ചെക്ക് ഇൻ ബാഗേജിലേക്ക് മാറ്റേണ്ടതാണ്. ഷാർജ വിമാനത്താവളത്തിൽ 6 സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുള്ള കത്തികൾ, കത്രികകൾ, റേസറുകൾ, ബോക്സ് കട്ടറുകൾ തുടങ്ങിയവയ്ക്കും കർശന വിലക്കുണ്ട്. സ്ഫോടക വസ്തുക്കൾ, ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ, അമോണിയ ലായനികൾ എന്നിവയും നിരോധിത പട്ടികയിലുണ്ട്. ഇതുകൂടാതെ ലഹരി മരുന്നുകൾ, ചൂതാട്ട ഉപകരണങ്ങൾ, ആനക്കൊമ്പ്, റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, വ്യാജ കറൻസി, സാംസ്കാരിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ UAEയിലേക്ക് കൊണ്ടുവരുന്നതും കുറ്റകരമാണ്. ഗൾഫ് നാടുകളിലേക്കും തിരിച്ച് ഭാരതത്തിലേക്കുമുള്ള ഓരോ യാത്രയും സന്തോഷങ്ങളുടെയും പ്രതീക്ഷകളുടെയും തുന്നിച്ചേർക്കലുകളാണ്. വിമാനത്താവളത്തിൽ അനുഭവപ്പെടുന്ന വൻ തിരക്കുകൾക്കിടയിൽ സുരക്ഷാ ജീവനക്കാരുമായി തർക്കത്തിൽ ഏർപ്പെടേണ്ടി വരുന്നതും വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നതും വലിയ മാനസിക വിഷമങ്ങളാണ് ഉണ്ടാക്കുന്നത്. വിമാന കമ്പനികളുടെയും വിവിധ രാജ്യങ്ങളിലെ കസ്റ്റംസ് വകുപ്പുകളുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഇത്തരം ബാഗേജ് മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമായി ലഭ്യമാണ്. ബാഗുകൾ പാക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏതാനും മിനിറ്റുകൾ നീക്കിവെച്ച് ഈ വിമാനത്താവള നിയമങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്നത് നമ്മുടെ സമയം ലാഭിക്കാനും യാത്ര അനായാസമാക്കാനും സഹായിക്കും.
ഇത്തരം നിർദ്ദേശങ്ങൾ യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് എന്ന് മനസ്സിലാക്കി ജാഗ്രതയോടെ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയാൽ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കുള്ള ഓരോ യാത്രയും മനോഹരവും തടസ്സമില്ലാത്തതുമായ അനുഭവവുമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.